നെവിൻ പുറത്തു പോയിട്ട് അകത്ത് വന്നു, പണപ്പെട്ടി എടുത്ത് അകത്ത് വന്നു. അതിന്റെ തെളിവ് ഇതാ. ഓക്കെ, ബിഗ് ബോസ് സീസൺ 7 അതിൽ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രൊമോയിൽ നെവിൻ പുറത്ത് പോയിട്ട് അകത്ത് വന്നില്ല എന്നുള്ള രീതിയിലാണ് പ്രൊമോ പുറത്തു വിട്ടിരിക്കുന്നത്. കാരണം അതിൽ ലാസ്റ്റത്തെ 3 സെക്കൻഡ് ആയിട്ട് പോലും നെവിൻ അകത്തോട്ട് വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. പക്ക എഡിറ്റിംഗ് ആണല്ലോ. കാരണം ഇത് പറയാൻ കാരണം നെവിൻ അകത്ത് വന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം വേറെയുണ്ട്. ഇപ്പോൾ നെവിൻ ഇന്നൊരു ടാസ്ക് കൊടുത്തല്ലോ. ടാസ്ക് കൊടുത്തത് നമ്മൾ പണപ്പെട്ടി തന്നെയാണ്. കാറിനകത്ത് പൈസ വെച്ചിട്ട് നെവിൻ 1 മിനിറ്റിനകത്ത് എടുത്തിട്ട് തിരിച്ച് അകത്തോട്ട് വരണം 1 മിനിറ്റിനുള്ളിൽ. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, ഇല്ലെങ്കിൽ അതേപോലെ അങ്ങനെ വീട്ടിലേക്ക് പോകേണ്ടവരെന്ന് പറഞ്ഞു. അകത്തോട്ട് തിരിച്ച് വന്നില്ലെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസും അതേപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നെവിൻ പോകുന്നുണ്ട്. അപ്പം നെവിൻ പോയി ഇതിൽ കാണിക്കുന്നത് ഒരു 3 സെക്കൻഡ്, ലാസ്റ്റത്തെ 3 സെക്കൻഡ് ആയിട്ട് പോലും എത്തിയിട്ടില്ല. ഇവരെല്ലാം നെവിൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇത് ചുമ്മാ പറയാണ്. കഴിഞ്ഞ ടാസ്കിൽ ഇവരോട് മറ്റുള്ളവരോട് ചെയ്ത പോലെ തന്നെ ചുമ്മാ കാണിച്ചതാണെന്നുള്ള വ്യക്തമായി പറയാനുള്ള കാരണം, ഇന്നലെ ഒരു പ്രൊമോ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, എവിക്ഷൻ പ്രൊമോ. അതിൽ നെവിൻ ഉണ്ടല്ലോ. അപ്പോൾ ബിഗ് ബോസുകാർക്ക് മണ്ടത്തരം പറ്റിയതാണോ? കാരണം എവിക്ഷൻ ഒരിക്കലും ഫസ്റ്റ് തന്നെ വീക്കിലി എപ്പിസോഡ് തുടങ്ങിയത് എവിക്ഷൻ വയ്ക്കില്ലല്ലോ. എവിക്ഷൻ ഏറ്റവും ലാസ്റ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അല്ലേ ഗെയിമും ഇതുപോലെയുള്ള ടാസ്കുകളൊക്കെ കൊടുക്കുന്നത് ഫസ്റ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നെവിനോടെ ഉള്ളത് കൊണ്ടല്ലേ ആ പ്രൊമോയിൽ ആ പ്രൊമോ നടന്നതിൽ നെവിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ബിഗ് ബോസിന് തെറ്റുപറ്റിയതാണോ? മണ്ടത്തരം പറ്റിയതാണോ? ഇപ്രാവശ്യം ബിഗ് ബോസിന് മണ്ടത്തരങ്ങളെ പറ്റുന്നുള്ളൂ. കാരണം ഇതിനു മുമ്പുള്ള ടാസ്ക് ഒറ്റയ്ക്ക് കളിക്കാൻ കൊടുത്തിട്ട് ഇവർ ഒരുമിച്ച് കളിക്കുമ്പോഴെല്ലാം മണ്ടൻ ബിഗ് ബോസ് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ട് നടന്നു. അപ്പോൾ അതാണോ ഗെയിം? അത് ഗെയിമല്ലല്ലോ, അത് കൂട്ടുകൃഷി എന്നല്ലേ പറയുന്നത്. അതൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ ഒരു മണ്ടത്തരമാണോ ഇന്നത്തെ പ്രൊമോ എന്ന് എനിക്ക് തോന്നി. കാരണം അതോ ഞങ്ങളെ പോലുള്ള കാണുന്നവർ പൊട്ടന്മാരാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചുമ്മാ പ്രൊമോ തള്ളിക്കയറ്റിയതാണോ? അതോ നിങ്ങളെ പോലെ മണ്ടന്മാരാണ് കാണുന്നവരും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലാതെ എന്താ ഇപ്പോൾ പറയുക ഇങ്ങനൊരു പ്രൊമോ വന്നതിൽ? ഒരു ആകാംക്ഷയോടെ പ്രൊമോ ഇടുന്ന സമയത്ത് അതിന് വേറെ എന്തെങ്കിലും തലം കൊടുക്കാതെ, അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് വളരെ ശോകമായിരിക്കും. അതുകൊണ്ടാണ് അതിലേറ്റവും നല്ല 2 സീനായിരിക്കും ഈ 2 പ്രൊമോയിൽ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.